ക്ലാസ്സിൽ വരാഞ്ഞേ? മാഷ് വഴക്ക് പറയും. എന്റെ വീട്ടിൽ വളരെ കഷ്ടപ്പാടാണ് മിനി. എന്റെ അമ്മക്ക് വയ്യ. ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല. എന്താ ഒരു സംസാരം? അപ്പോ നീ എന്താ സ്കൂളിൽ വിടാത്തെ? ടീച്ചറെ, എനിക്ക് സ്കൂളിൽ വരാൻ കഴിയില്ല. ഞാനൊരു കടയിൽ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിയോ? ഇത് നിനക്ക് പഠിക്കേണ്ട പ്രായമാണ് അപ്പു. ഇവൻ ജോലിക്ക് പോയത് നിങ്ങൾക്ക് അറിയത്തില്ലേ? ടീച്ചർ അവന് വഴക്ക് പറയല്ലേ. എന്റെ സാഹചര്യമാണ് അവൻ ഇങ്ങനെ ആക്കിയത്. എനിക്കറിയാം അമ്മയുടെ ബുദ്ധിമുട്ടുകൾ. പക്ഷെ ഇവനെ ഇങ്ങനെ പഠിപ്പിക്കാതിരിക്കുക. നമുക്കൊരു പരിഹാരം കണ്ടെത്താം. വേഗം പണിയെടുക്കടാ. എനിക്ക് വയ്യ മുതലാളി. കയ്യിലെ ഇവിടെ നിക്കണ്ട, ഇറങ്ങി പോ. ഇതെന്താണ്? ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നോ? ഇതൊന്നും എനിക്ക് അറിയണ്ട, എനിക്കിന്റെ പണി നടന്നാ മതി. അപ്പൊ സ്കൂളിൽ പോകാൻ നല്ല ആഗ്രഹമുണ്ട്. പ്ലീസ് അവനൊന്ന് സ്കൂളിൽ വിടാൻ സമ്മതിക്കേ. അവനെ പഠിപ്പിക്കണം എന്നൊക്കെ എനിക്കുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? എന്റെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. ഞങ്ങൾ സഹായിക്കും. അപ്പൊ ഒരു പഠനത്തിന് വേണ്ടിയുള്ള എല്ലാ സഹായവും സ്കൂളിന്റെ ഭാഗത്തുനിന്നുണ്ട്. നമ്മൾ ഇന്ന് ബാലവേലയെ കുറിച്ചാണ് പഠിക്കുന്നത്. ഓരോ കുട്ടിക്കും വിദ്യാഭ്യാസം നേടാനുള്ള അവകാശമുണ്ട്. അപ്പോൾ നമ്മുടെ കൂടെ ആയിരിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രയത്നം കൊണ്ടാണ്. അപ്പോൾ എന്താണ് പറയാനുള്ളത്? എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ടീച്ചർ. എനിക്ക് പഠിച്ചു വലിയ ആളാകണം. ഇനി നമ്മുടെ കൂടെ അപ്പു ഉണ്ടാവും. ഇനി നമുക്ക് ഒരുമിച്ച് പഠിക്കാം.